ഹായ്, മൈ അമ്മാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. കഴിഞ്ഞ എപ്പിസോഡിൽ മറിയ പറഞ്ഞ പോലെ ഓണത്തിൻ്റെ 10 വിഭവങ്ങളാണ് ഞങ്ങൾ ഇടാൻ പോണത്. അതെല്ലാവർക്കും നിങ്ങൾക്കിഷ്ടപ്പെട്ട വിഭവങ്ങളായിരിക്കും. കഴിഞ്ഞ എപ്പിസോഡിൽ നല്ല നല്ല കംസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് വളരെ സന്തോഷമായി. ഇനിയും അതേപോലെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഇനി ആദ്യത്തെ വിഭവമായിട്ട് നമുക്ക് ചക്കപ്പായസം തുടങ്ങാം. മധുരത്തിൽ നിന്ന് തുടങ്ങുന്നതല്ലേ നല്ലത്. അപ്പം മധുരം ആയിക്കോട്ടെ പറഞ്ഞ് ആദ്യം ചക്കപ്പായസമാണ് ഇടാൻ പോണത്. ഇനി അതെങ്ങനെ ഉണ്ടാക്കണതെന്ന് നമുക്ക് നോക്കാം. വരട്ടിയ ചക്ക കൊണ്ടാണ് നമ്മൾ ചക്കപ്പായസം വയ്ക്കാൻ പോണത്. അതിനായി ചെറുതായി മുറിച്ച് ചക്കയിലേക്ക് 3 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് നമുക്കിതൊന്ന് വേവിക്കാൻ വയ്ക്കാം. ഈ പരുവായതിനു ശേഷം നമുക്കിതൊന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കുക. അതിന് കൂട്ടത്തിൽ തന്നെ 600 ഗ്രാം പൊടിച്ച ശർക്കരയും ചേർത്ത് നന്നായി ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ആ വീഡിയോ നമ്മുടെ നിന്ന് മിസ്സായിപ്പോയി, ക്ഷമിക്കണേ. ഇനി ഇതിലേക്ക് 2 സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുത്ത് ഏകദേശം ഈ പരുവാകുന്നത് വരെ നമുക്കിതൊന്ന് വറ്റിയെടുക്കാം. ഇനി പായസത്തിനായി അണ്ടിപ്പരിപ്പും മുന്തിരിയും നെയ്യിലിട്ടൊന്ന് വറുത്തെടുക്കാം. ഇനി ഒരു പാത്രം വെച്ച് അതിലേക്ക് വരട്ടിയെടുത്ത ചക്കയും ചേർത്ത് 3 തേങ്ങയിൽ നിന്ന് അരച്ചെടുത്ത 3/4 പാലും ചേർത്ത് നല്ലപോലെ ലൂസാക്കി എടുക്കാം. ഏകദേശം ഇതൊന്ന് വറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് 2/2 പാലും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് കട്ടിയാകുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. കുറച്ച് കട്ടിയായതിനു ശേഷം നമുക്കിതിലേക്ക് 1/4 പാലും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് തിളയ്ക്കുന്നതിന് മുമ്പ് ഇതിലേക്ക് വറുത്ത് വെച്ച തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂട്ടത്തിൽ തന്നെ ഏലക്കാപ്പൊടിയും ചേർത്ത് ഇളക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ചക്കപ്പായസം റെഡിയായി. അപ്പോൾ നമ്മുടെ ഓണം പരമ്പരയിലെ ആദ്യത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. തുടർന്നുള്ള വീഡിയോകളും എല്ലാവരും മറക്കാതെ കാണണേ. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് ഞാൻ വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.